നമ്മുടെ ജീവിതത്തിൽ ചില അബദ്ധങ്ങൾ പറ്റുകയും ആ അബദ്ധങ്ങൾ മറച്ചു വെക്കുന്നതിന് വേണ്ടി കൂടുതൽ അബദ്ധങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഓൺട്രപ്രണേഴ്സ്, അതേപോലെ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, അതുപോലെ തന്നെ വലിയ ഓർഗനൈസേഷൻ, വലിയ കമ്മ്യൂണിറ്റിയെ നയിക്കുന്ന ആളുകൾ, ഇവരൊക്കെയാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ കുടുങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനെ മറച്ചു വെക്കുന്നതിന് വേണ്ടി അതിനേക്കാൾ ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ നിർബന്ധിതമായി ചെയ്യേണ്ടി വരികയും അതോടൊപ്പം തന്നെ അത്തരം കാര്യങ്ങൾ വീണ്ടും മറച്ചു വെക്കുന്നതിന് വേണ്ടി തുടർച്ചയായ അബദ്ധങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ട് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയാറുണ്ട്. ഇവിടെ ഒരു ബുദ്ധിയുള്ള, അതല്ലെങ്കിൽ ദീർഘവീക്ഷണമുള്ള, കാര്യങ്ങളെ കുറച്ചുകൂടെ ഗൗരവമായി കാണുന്ന ആളുകൾ എന്തു തീരുമാനമാണ് എടുക്കുക? നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർ സാം മാജിക് വൈബ്സ്. നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ്. ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകളെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവർ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്? ഈ ഒരു നിമിഷം അല്ലെങ്കിൽ ഈ ഒരു മൊമെൻറ്റിൽ അവരൊരു തീരുമാനമെടുക്കുക, ഇനി ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്കും പോകാൻ ഞാൻ തയ്യാറല്ല എന്ന് തീരുമാനിക്കുക. കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ എന്തൊക്കെയാണോ സെറ്റിൽ ചെയ്യാൻ കഴിയുക, എന്തൊക്കെയാണോ പറഞ്ഞു തീർക്കാൻ കഴിയുക, എന്തൊക്കെയാണോ തുറന്നു പറച്ചിലുകളിലൂടെ പരിഹരിക്കുവാൻ കഴിയുക, എന്തൊക്കെയാണോ ചെറിയ ശിക്ഷാ നടപടികളിലൂടെയോ അല്ലെങ്കിൽ അതിൻ്റെതായ നിയമപരമായ മാർഗങ്ങളിലൂടെ പോയിക്കൊണ്ട് പരിഹരിക്കുവാൻ കഴിയുക, ഇതിലൂടെ ധൈര്യപൂർവം മുന്നോട്ട് വന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾക്കാണ് ദീർഘവീക്ഷണത്തോടുകൂടി ആ സമൂഹത്തിൻ്റെ ലീഡർഷിപ്പിലേക്ക്, അതല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ നേതൃത്വത്തിലേക്ക്, ആ ബിസിനസ്സിനെ വീണ്ടും വർഷങ്ങൾ നയിക്കാൻ കഴിയുന്ന ഒരു പ്രൗഢിയിലേക്ക് തിരിച്ചു വരാൻ കഴിയുക. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ട് പോക്കിൽ പലപ്പോഴും അബദ്ധങ്ങൾ സംഭവിക്കാം, പലപ്പോഴും തെറ്റുകൾ സംഭവിക്കാം. തെറ്റ് പറ്റുന്നത് അല്ല യഥാർത്ഥത്തിൽ പ്രശ്നം. ആ തെറ്റു പറ്റിയതിനെ എങ്ങനെ നമ്മൾ സമീപിക്കുന്നു, എങ്ങനെ അതിന് പരിഹാരം കാണുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. സമകാലികമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി നിങ്ങൾ ഇതിനോട് ചേർത്ത് വായിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യത്തിൻ്റെ ഗൗരവം കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ അബദ്ധങ്ങളിൽ നിന്ന് അബദ്ധങ്ങളിലേക്ക്, പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് പകരമായി കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയും ഇതുവരെ പറ്റിയ കാര്യങ്ങളിൽ നിന്ന് തുറന്നു പറച്ചിലൂടെ, നിയമപരമായ നടപടികളിലൂടെ അതിനെ നേരിടാനുള്ള മാനസികമായ കരുത്തോടുകൂടി മുന്നോട്ടിറങ്ങുകയും ധൈര്യപൂർവം തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ വിശ്വാസ്യതയുണ്ടാക്കി തിരിച്ചു വരുവാനും ഇത്തരം നേതൃത്വത്തിന് കഴിയുമെന്നുള്ളതാണ്. അതല്ലാതെ വീണ്ടും വീണ്ടും ഒരു തെറ്റു മറച്ചു വെക്കാൻ വീണ്ടും വീണ്ടും പല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത, അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത, വളരെ പ്രയാസപ്പെടുന്ന അവസ്ഥകളിലേക്ക് ഈ ആളുകൾ എത്തിപ്പെടുമെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയും അബദ്ധങ്ങൾ സംഭവിക്കാം, ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാം, വലിയ തെറ്റുകളോ ചെറിയ തെറ്റുകളോ സംഭവിക്കാം. പക്ഷേ അപ്പോൾ അതിന് പരിഹാരം കാണുകയും അപ്പോൾ അതിന് ചെറിയ നിയമ നടപടികളിലൂടെ, അതല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള സൊല്യൂഷനുകളിലൂടെ കടന്നു പോവുകയും ഈ പ്രശ്നത്തിൽ നിന്ന് മോചനം നേടി തിരിച്ചു വന്നുകൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ വളരെ ശക്തമായി നിലനിന്നുകൊണ്ട് വീണ്ടും ആ സമൂഹത്തെ നയിക്കുവാനുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് ഈ വ്യക്തികൾക്ക് കടക്കാൻ കഴിയും. മാത്രമല്ല,
ഇത്തരത്തിലൂടെ തീച്ചൂളയിലൂടെ കടന്നു വരുന്ന ആളുകൾക്ക് സമൂഹത്തിലുണ്ടാവുന്ന ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ ചാടുന്ന ആളുകളെ കൈപിടിച്ചുയർത്തുവാനും പുതിയ ഒരു 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 സിറ്റുവേഷനെ ക്രിയേറ്റ് ചെയ്യാൻ, പുതിയൊരു സാഹചര്യത്തെ ക്രിയേറ്റ് ചെയ്യാൻ, ഒരുപാട് ആളുകൾ ഇത്തരം അബദ്ധങ്ങളിലേക്ക് ചാടുന്നതിനെ തടുത്തു നിർത്തുവാനുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ലീഡറായിട്ട് ഇത്തരം ആളുകൾക്ക് കടന്നു വരാൻ കഴിയും. അവർക്ക് സമൂഹത്തെ നയിക്കാൻ കഴിയും, അവർക്ക് അവരുടെ ബിസിനസ്സിനെ നയിക്കുവാൻ കഴിയും, അവർക്ക് ഒരു മാതൃകയായി ഈ സമൂഹത്തിന് മുമ്പിൽ ധൈര്യപൂർവ്വം നിലനിൽക്കാൻ കഴിയും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.